13 നോമിനേഷനുകളുമായി ക്രിസ്റ്റഫർ നോളന്റെ ഓപ്പൺഹൈമറാണ് നോമിനേഷനിൽ മുന്നിലുള്ളത്. 11 നോമിനേഷനുകളുമായി പുവർ തിങ്സും 6 നോമിനേഷനുകളുമായി ബാർബിയും പിന്നിലുണ്ട്. ഓപ്പൺഹൈമർ, പുവർ തിങ്സ്, ഫ്രഞ്ച് ചിത്രമായ അനാറ്റമി ഓഫ് എ ഫാൾ, ബാർബി, കില്ലേഴ്സ് ഓഫ് ദ ഫ്ലവർ മൂൺ, ദ സോൺ ഓഫ് ഇൻട്രസ്റ്റ് എന്നിവയാണ് പ്രധാന വിഭാഗങ്ങളിലെ നോമിനേഷനുകളിൽ തിളങ്ങിയത്. നിരൂപക ശ്രദ്ധ നേടിയ കില്ലേഴ്സ് ഓഫ് ദ ഫ്ലവർ മൂൺ 10 നോമിനേഷനിലും ഇടം പിടിച്ചു. സൂപ്പർ ഹിറ്റായ ബാർബിക്ക് 8 നോമിനേഷനുകളാണുള്ളത്. ഡോക്യുമെന്ററിയിൽ ഇന്ത്യൻ സാന്നിധ്യവുമുണ്ട്. അമേരിക്കൻ ഫിക്ഷൻ, അനാട്ടമി ഓഫ് എ ഫാൾ, ദ ഹോൾഡ് ഓവർ, കില്ലേഴ്സ് ഓഫ് ദ ഫ്ലവർ മൂൺ, മെയ്സ്ട്രോ, ഓപ്പൺഹൈമർ, പാസ്റ്റ് ലൈവ്സ്, പുവർ തിങ്സ്, ദ സോൺ ഓഫ് ഇൻട്രസ്റ്റ് എന്നിവയാണ് മികച്ച സിനിമയ്ക്കായി മത്സരിക്കുന്നത്. ബ്രാഡ്ലി കൂപ്പർ, കോൾമാൻ ഡൊമിൻഗോ, പോൾ ഗിയാമട്ടി, സിലിയൻ മർഫി, ജെഫ്രി റൈറ്റ് എന്നിവരാണ് മികച്ച നടന്മാർക്കായുള്ള നോമിനേഷനിൽ ഇടം നേടിയവർ. അന്നറ്റെ ബെനിങ്, ലിലി ഗ്ലാഡ്സ്റ്റോൺ, സാൻഡ്ര ഹല്ലർ, കാരി മുള്ളിഗൻ, എമ്മ സ്റ്റോൺ എന്നിവർ മികച്ച നടിമാരുടെ പട്ടികയിലുണ്ട്. കില്ലേഴ്സ് ഓഫ് ദ ഫ്ലവർ മൂണിലെ പ്രകടനത്തിന് റോബർട്ട് ഡി നീറോയും ഓപ്പൺഹൈമറിലെ പ്രകടനത്തിന് റോബർട്ട് ഡൗണി ജൂനിയറും മികച്ച സഹനടനുള്ള നോമിനേഷനിലുണ്ട്. ബാർബിയിലെ പ്രകടനത്തിന് റയാൻ ഗോസ്ലിംഗും ഇടം കണ്ടെത്തി. മികച്ച ഡോക്യുമെന്ററി ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ ഇന്ത്യൻ ഡോക്യുമെന്ററി ടു കിൽ എ ടൈഗർ ഇടം നേടി. 93 രാജ്യങ്ങളിൽ നിന്നുള്ള സിനിമകളാണ് ഓസ്കറിനായി മത്സരിക്കാനെത്തിയത്. ഇതിൽ നിന്നും വോട്ട് ചെയ്ത് തെരഞ്ഞെടുത്ത സിനിമകളുടെ ചുരുക്കപ്പട്ടികയാണ് ഇപ്പോൾ പുറത്തുവിട്ടത്. സാസി ബീറ്റ്സും ജാക്ക് വായിഡും ചേർന്നാണ് നോമിനേഷൻസ് പ്രഖ്യാപിച്ചത്. ജിമ്മി കിമ്മൽ തന്നെയാണ് ഈ വർഷവും അവതാരകൻ. കഴിഞ്ഞ തവണത്തേതിൽ നിന്നും വ്യത്യസ്തമായി 1 മണിക്കൂർ നേരത്തെ ചടങ്ങുകൾ തുടങ്ങും. മാർച്ച് 10-നാണ് ഓസ്കർ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുന്നത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.